സാധാരണ ആളുകൾ പറഞ്ഞു കേൾക്കാറുള്ളതാണ് ഈ കുത്തിവെച്ചുള്ള ചികിത്സ. വന്ധ്യതാ ചികിത്സയിൽ ഈ കുത്തിവെച്ചുള്ള ചികിത്സ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കുത്തി വെച്ചിട്ടാണോ കുട്ടി ഉണ്ടാവുക എന്നുള്ള ചോദ്യം നമ്മുടെ നാട്ടിൽ പലപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് ഒരു ജനറലി എല്ലാവരും വിചാരിക്കുന്ന കുത്തി വെച്ച് ചികിത്സിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഈ മൃഗങ്ങൾക്കൊക്കെ കുത്തി വെച്ച് ചികിത്സ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് IUI തന്നെയാണ്, ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ തന്നെയാണ്. അത് മൃഗങ്ങളിൽ ഈ സ്പെസിഫിക് ബ്രീഡുകളുടെ സ്പേം കൊണ്ടുവന്ന് വെച്ച് ചെയ്യുന്നതിനാണ് ഈ കുത്തിവെച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുക. മനുഷ്യനിലേക്ക് വരുമ്പോൾ നമ്മൾ ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്രൊസീജിയർ ഹസ്ബൻഡിൻ്റെ സ്പേമോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ സ്പേം യൂസ് ചെയ്യാത്ത ഡോണർ കേസുകളിൽ ഡോണർ സ്പേമോ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ അവൾ ഓവുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻസെമിനേറ്റ് ചെയ്തിട്ടാണ് പ്രഗ്നൻസി അറ്റംപ്റ്റ് ചെയ്യുന്നത്. അതിന് ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ എന്ന് പറയും. പിന്നെ ചില ആൾക്കാർ കുത്തിവെച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരുപാട് ഇഞ്ചക്ഷൻസ് എടുത്തിട്ടും പ്രഗ്നൻസി അറ്റംപ്റ്റ് ചെയ്യും നമ്മൾ. അതേപോലെ തന്നെ IVF ട്രീറ്റ്മെൻറ്റും ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീഡിൽ ആൻഡ് ഒരു മെഷീൻ വെച്ച് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത് ഇക്സി എന്ന് പറയും, അങ്ങനെ ചെയ്യുന്നതാണ്. അതിന് ഒരു കുത്തി വെച്ചിട്ടുള്ള ചികിത്സ എന്നാണ് പറയുക. അപ്പോൾ ജനറൽ ടേമായിട്ട് എല്ലാവരും പറയുന്നതാണ് കുത്തി വെച്ചിട്ട്, അല്ലാതെ അതൊരു കുത്തിവെപ്പായിട്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻ്റ് ഒന്നുമല്ല. ഇതിൽ നമ്മൾ സ്പേം ഇൻസെമിനേറ്റ് ചെയ്യുക എന്നുള്ളതിനാണ് അവർ കുത്തിവെക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്.